സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെടിയുടെ വീഡിയോ ആണ് കേട്ടോ. പുതിയ പ്ലാന്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ സെയിലിൽ. അങ്ങനെ പുതിയ ചെടികളൊക്കെ റെഡി ആവുന്ന സമയത്ത് ഒരു വീഡിയോ ഇടണമെന്ന് എൻ്റെ കസ്റ്റമർ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടത്. നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഫോട്ടോ വീഡിയോ സഹിതം കാണിക്കാം കേട്ടോ. ഒരുപാട് തരം വെറൈറ്റീസും അതുപോലെ അഗ്ലോണിമാസും ഒക്കെ നമ്മുടെ സെയിലിൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഓരോ പ്ലാന്റിൻ്റെയും വീഡിയോ ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക. കോള് നമ്മൾ സ്വീകരിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. 2 ദിവസം പ്ലാന്റ് നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടി സമയമെടുക്കും. പ്ലാസ്റ്റിക് കവറിൽ ചകിരിച്ചോറ് വെച്ച് പൊതിഞ്ഞ് പിന്നീട് അത് പേപ്പറിൽ പൊതിഞ്ഞ് കാർട്ടൂൺ ബോക്സിൽ അടച്ചാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പ്ലാന്റുകൾ എത്തിക്കുക. ഒരിക്കലും പ്ലാന്റുകൾ അവർ ഹോം ഡെലിവറി ആയിട്ട് എത്തിച്ചു തരില്ല. കൊറിയർ സർവീസിൽ പ്ലാന്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പ്ലാന്റ് പിക്ക് ചെയ്യണം. ഓരോ പ്ലാന്റിൻ്റെ റേറ്റും അതിൻ്റെ കൊറിയർ സർവീസും എല്ലാം നമ്മൾ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുമ്പോൾ അതിൽ അറിയിക്കുന്നതാണ്. ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും മാത്രം ചേർത്ത് നമ്മൾ പ്ലാന്റ് നട്ട് കൊടുത്ത് കലാത്തിയ ചെടികൾക്ക് 2 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും നമ്മൾ ടാപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ച് ആ ഒരു വെള്ളം കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ചെറിയ രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ അഗ്ലോണിമായും അതുപോലെ കലാത്തിയയും വെച്ച് കൊടുക്കാൻ. കലാത്തിയ ചെടികൾക്ക് ഒട്ടും വെയിൽ തട്ടാൻ പാടില്ലാത്ത ചെടികളാണ്. ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സെയിലിന് തയ്യാറായി കിടക്കുന്ന ഒരു കലാത്തിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണിത്. നല്ല തിക്കായി വളരും. ഇത് പെട്ടെന്ന് തന്നെ നല്ല ചട്ടി നിറയെ വളരുന്നൊരു ചെടിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. നമ്മൾ വീടിൻ്റെ ഒരു വരാന്തയിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുമ്പോൾ ഞാൻ അറിയിക്കുന്നതാണ്. ഇനിയുള്ള പ്ലാന്റ് കലാത്തിയ ആണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അടിപൊളിയായിട്ട് നമ്മുടെ വീടിൻ്റെ വരാന്തയിലൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാൻ. ഈ ഒരു ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ സെയിലിൽ തയ്യാറായ പ്ലാന്റാണ് ഈ ഒരു കലാത്തിയ. നല്ല ഡാർക്ക് ബ്ലാക്കിൽ പിങ്ക് കളർ ഷെയ്ഡോട് കൂടിയുള്ള ഒരു കലാത്തിയാണിത്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇത് അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഡിസൈൻ ചെയ്ത കളറുകളാണ്. ഈ ഒരു കലാത്തിയുടെ പ്രത്യേകത ഒരു ഭാഗം നല്ല മെറൂണും മറുഭാഗം നല്ല ഗ്രീനും ആയിട്ടുള്ള ഒരു കലാത്തിയാണ് കേട്ടോ. ഈ ഒരു കലാത്തിയ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മുടെ സെയിലിൽ ഇപ്പോൾ റെഡി ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണിത്. ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫുകളായിട്ട് ചട്ടി നിറയെ തിങ്ങി വളർന്ന് നിൽക്കുമ്പോൾ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഇതും നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ളത് അഗ്ലോണിമ പ്ലാന്റാണ്. കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറിൽ മധ്യത്തിലൂടെയും അതിൻ്റെ ചുറ്റും ലീഫുകളുടെ അഗ്രഭാഗം മൊത്തം പിങ്ക് കളറ്. നല്ല ഭംഗിയാണിത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഇനിയുള്ളതും അതുപോലെ തന്നെയാണ്. നല്ല ഗ്രീൻ കളറിൽ മധ്യഭാഗത്തൂടെ നല്ല റെഡ് ലൈൻ പോയിട്ട് ഫുള്ളായിട്ട് ഗ്രീൻ ഇലകളുള്ള ഭംഗിയായ ഒരു അഗ്ലോണിമ. ഈ ചെടികളൊന്നും കൂടുതൽ പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ അല്ല. വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഉള്ളത്. ഇനിയുള്ളത് അഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈ തന്നെയാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അഗ്ലോണിമ കളക്ഷനിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ചെടിയാണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ.
ഈ ഒരു ഗ്രീൻ ടൈപ്പ് വേറെയൊക്കെ ടൈപ്പ് ഒരുപാടുണ്ട്. എന്നാൽ ഈ ഒരു അഗ്ലോണിമ അതല്ല. ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല വെള്ള കളറായിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഓവൽ ഷേപ്പ് ലീഫൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ്. ഇതും നല്ല ഭംഗിയോടെ നമ്മുടെ ഓൺലൈൻ സെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ്. ഇത് മുൻപേ നമ്മുടെ ഓൺലൈൻ സെയിലിൽ എപ്പോഴും സുലഭമായിരുന്നു. പിന്നീട് തൈകളൊക്കെ തീർന്ന് ഇപ്പോൾ പുതിയ തൈകളൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ലീഫുകളുമായിട്ട് ചട്ടി നിറയെ തിങ്ങി വളരുന്ന ഒരു കലാത്തിയാണിതും. ഇനിയുള്ളത് അഗ്ലോണിമയാണ്. ഈ ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് കേട്ടോ. ഇത് ഒരുപാട് ആളുകൾ മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ഇതിൻ്റെ തൈകൾ റെഡി ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഈ ഒരു അഗ്ലോണിമ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമയാണ്. നീളൻ ലീഫുകളുമായിട്ട് ഗ്രീനും റെഡും നല്ല ഭംഗിയോടെ മിക്സഡ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയുള്ളത് കലാത്തിയ റാട്ടൽ സ്നേക്കാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ തയ്യാറായി കിടക്കുന്നുണ്ട്. പുതുതായി റെഡിയായ ചെടികൾ മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചത്. മറ്റുള്ള ചെടികളെല്ലാം നമ്മുടെ അടുത്ത് അതിൻ്റെ കാറ്റലോഗ് റെഡിയാണ്. അങ്ങനെ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഉപകാരമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.